ഹിറ്റ്ലർ കാലത്തിലൂടെ സഞ്ചരിച്ച് 21-ാം നൂറ്റാണ്ടിൽ താൻ എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു കൂട്ടം കുട്ടികൾ വന്ന് ചോദിച്ചു അയാൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷേ അയാൾ അവരോട് തന്റെ ബങ്കറിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ ഒരു ലഹരി മരുന്നാണെന്ന് അവർ കരുതി. ആശയക്കുഴപ്പത്തിലായി. അയാൾ അടുത്തുള്ള ഒരു തെരുവിലേക്ക് നടന്നു. ചുറ്റുമുള്ള ആധുനിക സാങ്കേതിക വിദ്യ കണ്ട് സ്തബ്ധനായി. ജർമ്മനി ഒടുവിൽ 2-ാം ലോക മഹായുദ്ധം ജയിച്ചുവെന്ന് അയാൾ കരുതി. അയാൾ ആളുകളോട് തന്നെ ആസ്ഥാനം എവിടെയാണെന്ന് അയാൾ ചോദിച്ചു. പക്ഷേ അയാൾ വെറും കോസ്പ്ലേ ചെയ്യുകയാണെന്ന് അവർ കരുതി. അയാളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഫോണുകൾ പോലും പുറത്തെടുത്തു. അത് അയാളെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. തുടർന്ന് അയാൾ ഒരു പത്രസ്റ്റാൻഡിലെത്തി. 2014 എന്ന തീയതി അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് ഹിറ്റ്ലർ ഞെട്ടിപ്പോയി. അയാൾ ഒരു വീടില്ലാത്ത മനുഷ്യനാണെന്ന് അയാൾ കരുതി. പത്രസ്റ്റാൻഡിന്റെ ഉടമ ഹിറ്റ്ലർ പത്രങ്ങളിലൂടെ ആധുനിക ലോകത്തെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. ജർമ്മനി യുദ്ധം തോറ്റുവെന്നും തന്റെ പ്രദേശം വിഭജിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ നേതാവ് ഒരു ഉപയോഗശൂന്യയായ തടിച്ച സ്ത്രീയാണെന്നും അറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. അയാൾ വളരെ ദേഷ്യപ്പെട്ടു. ടിവിയിൽ തത്സമയം പ്രത്യക്ഷപ്പെടാനും ജനങ്ങളുടെ പോരാട്ട വീര്യം ഉണർത്താനും അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ അയാൾ സംസാരിക്കുമ്പോൾ ആളുകൾ യഥാർത്ഥത്തിൽ അതിനോട് യോജിക്കാൻ തുടങ്ങി.